എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ പത്രത്തിലേക്കും വായിച്ചു കഴിഞ്ഞപ്പോൾ പലരും ഒരു ആകാംക്ഷയോട് കൂടി ഈ ഒരു MSC എൽസ 3 എന്ന് പറയുന്ന ഈ ഒരു കപ്പലിനെ കുറിച്ചൊക്കെയും കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. MSC എന്ന് പറയുന്നത് ഒരു PSC ചോദ്യമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ MSC ആണ്. MSCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഇറ്റാലിയൻ കമ്പനിയാണ്. 1970 സ്ഥാപിതമായിട്ടുള്ള കമ്പനിയാണ്. അതായത് ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ എന്ന് പറയുന്ന സ്ഥലം, അതായത് സ്വിറ്റ്സർലാൻഡിൽ. ഇതിന്റെ എംപ്ലോയീസിന്റെ കൗണ്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടും. അതായത് 2 ലക്ഷമാണ്. ഇവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 900 കാർഗോ വെസൽസ് ഉണ്ട്. ഇതിന്റെ വെസൽസിന്റെ ഇൻടേക്ക് കപ്പാസിറ്റി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 ലക്ഷം TEU എന്ന് പറയും. നമ്മള് TEU എന്ന് പറയുന്ന യൂണിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഫോട്ട് ഇക്വാലന്റ് യൂണിറ്റ്, 20 ഫോട്ട് ഇക്വാലന്റ് യൂണിറ്റ് എന്നാണ് TEU പറയാം. അപ്പൊ ഈ പറയുന്ന MSC എൽസ 3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1997 അതായത് 28 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കപ്പലാണ് MSC എൽസ 3 എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ AS ഫ്ലാഗ്, അതായത് ഏത് രാജ്യത്തിന്റെ രജിസ്ട്രേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെയിലിംഗ് അണ്ടർ ദ ഫ്ലാഗ് ഓഫ് ലൈബീരിയ എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ സ്പീഡ് നമ്മൾ സാധാരണയായിട്ട് ഫിസിക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ 11.7 നോട്ട് എന്ന് പറയും, KNOT. അതായത് 1 കിലോമീറ്റർ പെർ അവറിന് നമ്മൾ അര നോട്ട്, അതായത് 0.54 നോട്ട് എന്നാണ് പറയാം. അപ്പം ഇത് 21.66 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യുക കടലിലൂടെ. അപ്പൊ നമുക്ക് ഈ ഹവറിനെ നോട്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവർ നമുക്ക് കിട്ടുകയാണെങ്കിൽ 21.66 ഡിവൈഡഡ് ബൈ 1.852 എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 11.7 നോട്ടിലാണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ഒരു കപ്പലാണ് അല്ലെ. 24 മെയിലാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം കപ്പൽ മുഴുവനായിട്ട് 25 മെയില് മുങ്ങി എന്നൊക്കെയും പറയുന്ന വാർത്തകൾ ഉണ്ടായി അല്ലെ. ആലപ്പുഴയില് തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ട്. അവിടുന്ന് 14.6 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 27 കിലോമീറ്റർ അകലെയാണ് ഇത് ഉണ്ടായിരുന്നത്. ഇനി ഇതില് എത്രത്തോളം കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് 600 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ 600 കണ്ടെയ്നറിൽ നമുക്ക് 25 കണ്ടെയ്നർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ കാൽസ്യം കാർബൈഡ് ആണ്. പിന്നെ മാത്രമല്ല ഇന്ധന ചോർച്ചയ്ക്കും പറയുന്നുണ്ട്. അപ്പൊ ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കെമിസ്ട്രിയിലേക്ക് കിടക്കണം. എന്താണ് കാൽസ്യം കാർബൈഡ് എന്നുള്ളതിനെ കുറിച്ച് കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാൽസ്യം കാർബൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എത്ര 24 ഗ്രാം പെർ മോളാണ് അല്ലെ. കാൽസ്യം 40ഉം കാർബൺ 12 ആവുമ്പോൾ 40 + 12 × 2 എന്ന് പറയുമ്പോൾ 64 ഗ്രാം പെർ മോളാണ് കാൽസ്യം കാർബൈഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. കാൽസ്യം കാർബൈഡിനെ വിളിക്കുന്ന വേറെ പേരുണ്ട്. എന്താണ്? കാൽസ്യം അസിറ്റലൈഡ്. അപ്പൊ പ്യുവർ കെമിസ്ട്രിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക. ഒന്ന് അസിറ്റ്ലിൻ ഉണ്ടാവും, നമ്മൾ C2H2 എന്ന് പറയുന്ന ഈഥായിൻ അല്ലെ. ഇത് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് അസിറ്റ്ലിൻ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പം സാധാരണ ഈ കപ്പൽ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്തൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്, പൊട്ടിത്തെറിക്കും. ഇറ്റ് റിലീസസ് ഹീറ്റ്, ഇറ്റ് ഈസ് ഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് ആണ്. നമുക്ക് ഈ പറയുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഈ റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സാധാരണ ഹോം മെയ്ഡ് കെമിസ്ട്രി എക്സ്പെരിമെന്റ് ആയിട്ടാണ് പറയാം. കാൽസ്യം കാർബൈഡ് സാധാരണയായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി ഗ്രാന്യൂൾസ് ഇങ്ങനെ നമ്മൾ തെരി വിതറാം. ഒരു സ്റ്റീൽ പാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്, ഐസിന്റെ കട്ട നമ്മൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഇങ്ങനെ പുക വരാൻ ആരംഭിക്കും. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെ പുക വരുന്ന സമയത്ത് നമ്മളൊരു മെഴുകുതിരി അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിങ്ങനെ കത്തിപ്പിടിക്കും, ചെറുതായിട്ട് പടപടപട ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പൊട്ടണ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സോതെർമിക് ആണ് എന്നുള്ളത് നമുക്കൊരു ഹോം മെയ്ഡ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കാൽസ്യം കാർബൈഡ് കുറവെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ നോക്കിയും പറയാം. ഇതാണ് അതിൻ്റെ ഒരു എക്സ്പെരിമെന്റ്. ഇനി നമ്മൾ ഈ ഒരു റിയാക്ഷൻ കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബൈഡ് CaC2 അല്ലെ, CaC2 അതിൻ്റെ കൂടെ വെള്ളം H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട ഔട്ട്പുട്ടാണ്. ഒരെണ്ണം C2H2 അസിറ്റ്ലിൻ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതേപോലെ CaOH കാൽസ്യം ഹൈഡ്രോക്സൈഡ് അത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിന്റെ ആൽക്കലിനിറ്റി അല്ലെ, ആൽക്കലൈനിറ്റി എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് ഉപയോഗിക്കും. ഇനി കാൽസ്യം കാർബൈഡിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകൾ. കാൽസ്യം കാർബൈഡ് മെയിനായിട്ടും എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന്, അതുപോലെ ഇൻഡസ്ട്രിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിറ്റ്ലിന് കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. വെൽഡിങ്, കട്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കെമിസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഞാൻ പതുക്കെ ഇതിന്റെ ബയോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോവാണ്. ബയോളജിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാൽസ്യം കാർബൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FSSAI അല്ലെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കാൽസ്യം കാർബൈഡ്. കാരണം നമ്മൾ ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം കാർബൈഡ് നമ്മൾ പറയും കാർബൈഡ് ഇട്ട് പഴുപ്പിച്ചതാണ് എന്നൊക്കെയും പറയും അല്ലേ. അതിന്റെ പ്രശ്നം എന്താ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അത് ബാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ട്രേസസ് ഓഫ് ആർസനിക്കും അതുപോലെ ഫോസ്ഫറസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ബാൻ ചെയ്തേക്കുന്നത് പ്രൊഹിബിറ്റേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെയിൽസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് 2011 ഒരു അമെൻമെന്റ് പ്രകാരമാണ് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. 24 മെയ് സാറ്റർഡേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 26 ഡിഗ്രി ഈ കപ്പലൊന്ന് ചെരിഞ്ഞു. അങ്ങനെ സൺഡേ മോർണിംഗില് നമുക്ക് വിവരം വന്നു 7:50 AM, അതായത് കാലത്ത് ഏകദേശം ഒരു 8 മണി സമയത്ത് കപ്പല് മുഴുവനായിട്ട് മുങ്ങി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന 24 ജീവനക്കാരുണ്ടായിരുന്നു, കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരുണ്ടായിരുന്നു. അവരെ തീരദേശ സേന അതുപോലെ തന്നെ നാവികസേന അവരെ രക്ഷപ്പെടുത്തി. പക്ഷേ എന്തുണ്ടായെന്നറിയോ? കപ്പലിലുള്ള ക്യാപ്റ്റനും അതുപോലെ 2 എഞ്ചിനീയർമാരും ഒരു രാത്രി മുഴുവൻ ആ കപ്പലിൽ തന്നെ തങ്ങി. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഈ ചെരിവ് നമ്മൾ പറഞ്ഞു, ചെരിവ് എത്ര ഡിഗ്രി ആയിരുന്നു? 26 ഡിഗ്രി ചെരിവുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ചെരിവൊക്കെ ഒന്ന് നിവർത്തി അവർക്ക് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ആ കപ്പലിന്റെ കപ്പിത്താനായിട്ടുള്ള ക്യാപ്റ്റനും അതുപോലെ 2 എഞ്ചിനീയർമാരും ഒരു രാത്രി മുഴുവൻ ജീവൻ പണയം വെച്ചിട്ട് പോലും അവർ ആ കപ്പലിലുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ആയി കഴിഞ്ഞപ്പോൾ ഈ ശ്രമം അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് പതുക്കെ അവരെയും കൂടിയും സേഫ് ആക്കി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ പെട്രോകെമിക്കൽ ഭാഗമാണ്. ഒരു ചരക്ക് കപ്പലാണെങ്കിൽ അതിന്റെ ഇന്ധനം ഓയിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓയിലിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, HFO, അതായത് ഹെവി ഫ്യൂവൽ ഓയിൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഹെവി ഓയിൽ ഫ്യൂവൽ ഓയില് ഇപ്പൊ എന്തായാലും കടലിൽ വന്നു അല്ലെ. ഏകദേശം 2 നോട്ടിക്കൽ മൈലാണ് ഈ ഇതിന്റെ എണ്ണപ്പാട്, അതായത് ഓയിലിന്റെ ട്രേസ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും അല്ലെ. അത് എണ്ണയുടെ പാട 3.7 കിലോമീറ്റർ അഥവാ 2 നോട്ടിക്കൽ മൈൽ ദൂരാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ നിങ്ങൾക്ക് കൃത്യമായിട്ട് 3.7 കിലോമീറ്റർ അല്ലെങ്കിൽ 2 നോട്ടിക്കൽ മൈൽ എന്ന് പറയാൻ പറ്റുക? തള്ളല്ലേ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും ഇത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ IR ക്യാമറ ഉണ്ട്, ഇൻഫ്രാറെഡ് ക്യാമറ. അത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുക. പാനിക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ നശിപ്പിക്കാനുള്ള പൊടിയുണ്ട്. ഈ പൊടി എന്ത് ചെയ്യും? വിമാനത്തിലൂടെ മുകളിൽ വന്നിട്ട് ഈ അപകട മേഖലയിൽ എന്ത് ചെയ്യും? തളിക്കും. അപ്പൊ സാധാരണ അതുകൊണ്ട് നമ്മൾ പറയും ഇത് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും എന്തുണ്ട്, കണ്ടെയ്നറൊക്കെ വന്ന് അടിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ പോയി നോക്കാനൊക്കെ പോകും അല്ലെ. അപ്പൊ നെവർ ഗോ നിയർ ടു കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. റീസൺ ഉണ്ട്. കാരണം കാൽസ്യം കാർബൈഡും അതുപോലെ വെള്ളവും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസിറ്റ്ലിൻ, അത് ശരിക്കും പറഞ്ഞാൽ തീ പിടിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ. എക്സോതെർമിക് റിയാക്ഷൻ ആണ്, വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ അസിറ്റ്ലിൻ എന്ന് പറയുന്ന വസ്തു നമ്മൾ പറഞ്ഞു ഇനി കെമിസ്ട്രിയിലേക്ക് വീണ്ടും കടക്കാൻ പോവാണ്. ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ വസ്തു അസിറ്റ്ലിൻ എന്ന് പറയുന്നതിന്റെ ആപ്ലിക്കേഷൻ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് PVC പ്ലാസ്റ്റിക്, നമ്മൾ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കാൽസ്യം സൈനമൈഡ്, അതുപോലെ തയനിൽ ക്ലോറൈഡ്, ട്രൈക്ലോറോ എത്തിലിൻ, അതുപോലെ തന്നെ അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന വസ്തു അതിനെക്കാട്ടും കൂടുതൽ നമുക്ക് നാച്ചുറലി ആയിട്ട് അതിനൊരു മിനറൽ ഉണ്ട്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾ ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന നീറ്റൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽസ്യം കാർബൈഡ് ഒക്കേഴ്സ് നാച്ചുറലി ഫ്രം ഇറ്റ്സ് മിനറൽ. മിനറലിന്റെ പേരാണ് എന്ത്? കാർണോട്ടൈറ്റ്. കാർണോട്ടൈറ്റ് എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ട് മിനറൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോക്സിലൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാൽസ്യം കാർബൈഡിന്റെ pH വാല്യൂ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് pH വാല്യൂ അല്ലെ. ആ pH വാല്യൂ എന്ന് പറയുന്നത് 12.4, അതായത് 12.4 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് ന്യൂട്രലൈസേഷൻ എന്ന് നമ്മൾ പറയും. ഇനി കാൽസ്യം കാർബൈഡിനെ നമ്മൾ ഓർഗാനിക് ടേംസിൽ റിഫർ ചെയ്യുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന് ഫിനൈൽ ഗ്ലിസറിൽ ഈതർ ഡൈ അസിറ്റേറ്റ് എന്നും അതുപോലെ ഗ്ലിസറോൾ ഫിനൈൽ ഈതർ ഡൈ അസിറ്റേറ്റ് എന്നും നമ്മൾ വിളിക്കും. നമ്മൾ കുറച്ച് ബയോളജിയിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഡു പ്ലാന്റ്സ് യൂസ് കാൽസ്യം കാർബൈഡ് എന്ന് നമ്മൾ പറയും. യെസ്, എന്താ കാരണം? കാൽസ്യം കാർബൈഡ് ഈസ് ഹാവിംഗ് എ വൈറ്റൽ റോൾ ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിംഗ് കോമ്പൗണ്ട് ഇൻ റോക്സ്, അതുപോലെ ഷെൽസ് ആൻഡ് മിനറൽസ്. ഇനി ഈ കാൽസ്യം കാർബൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. പക്ഷെ എന്താ നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ കാൽസ്യം കാർബൈഡ് ഓൺലി ആഫ്റ്റർ സോയിൽ ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന എന്താ, യൂസ് ഒപ്റ്റിമം എമൗണ്ട് ഓൺലി ഈസ് ടു ബി അപ്ലൈഡ് എന്നും പറയും. രണ്ട് ടൈപ്പ് ഓഫ് കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നിനെ വിളിക്കുന്ന പേരാണ് PCC. PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റഡ് കാൽസ്യം കാർബണേറ്റ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ ആണ് നമ്മൾ ഓയിസ്റ്റർ ഷെല്ലായിട്ട് പറയുക. അതിന്റെ റിലീസ് റേറ്റ് സ്ലോവർ ആണ് എന്ന് പറയും. ഇനി നമ്മൾ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൗ ഗുഡ് ഈസ് കാൽസ്യം കാർബൈഡ്? നമുക്ക് 6 കാര്യങ്ങളാണ് മെയിനായിട്ടും പ്ലാന്റ്സിന് കാൽസ്യം കാർബൈഡ്. വളരെ ചെറിയ തോതിലാണ് കാൽസ്യം കാർബൈഡ് ആവശ്യമുണ്ട് എങ്കിൽ പോലും കാൽസ്യം കാർബൈഡിന് 6 ഗുണങ്ങളുണ്ട് എന്നാണ് പ്ലാന്റ് ഗ്രോത്തിൽ പറയുന്നത്. നമ്പർ 1, ഒന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ pH റെഗുലേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം ന്യൂട്രിയൻസിന്റെ അപ്ടേക്ക് ആണ്. ഇനി മൂന്നാമത്തെ സെൽ ഫോർമേഷൻ. നമ്പർ 4 ഡിസീസ് പ്രിവെൻഷൻ. അഞ്ചാമത്തെ കാര്യം സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ്. എന്താ സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ കാര്യമാണ് എന്ത്, പ്ലാന്റ് മെറ്റാബോളിസം. ഇതിനും അത് സഹായിക്കും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ചരക്ക് കപ്പലിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഹെവി ഫ്യൂവൽ ഓയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് കാരണം കൊണ്ട് വളരെയധികം പ്രശ്നമാണ് എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പം ഗവൺമെന്റ് തന്നെ ഈ പറയുന്ന ഒരു 3.7 കിലോമീറ്ററിന് ഒരു റേഡിയസ് വരച്ചേക്കാണ്. അതിന്റെ 10 ഇരട്ടി റേഡിയസ് ആണ് 40 കിലോമീറ്റർ. അതായത് ഏകദേശം 20 നോട്ടിക്കൽ മൈല് സർക്കിൾ ചെയ്തിട്ട് അവിടെ മീൻപിടുത്തം പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഹസാർഡസ് ഫോർ അവർ ഹെൽത്ത് അല്ലെ. മാത്രമല്ല തീരത്ത് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവ വസ്തുക്കളോ കണ്ടെയ്നറൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 112 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നമ്മൾ ബന്ധപ്പെടാനാണ് പറയുന്നത്. അതിന്റെ അടുത്ത് പോകരുത്, തൊടരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ കടലിലുള്ള എണ്ണ ഇപ്പൊ എത്രയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 88 ടൺ എണ്ണയാണ് കടലിലുള്ളത്. അതിന് 12 ടൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഷ്പീകരിച്ച് പോകുമെന്നാണ് പറയപ്പെടുന്നത്.
ഇനി നിഗമനം അവർ ഈ പറയുന്ന പോലെ ഹെലികോപ്റ്ററിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ട് അവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് നാളെ മോർണിംഗ് ആവുമ്പോൾ തന്നെ ഈ പറയുന്ന 88 ടൺ കുറഞ്ഞ് 83 ടൺ ആവും. രാത്രി അത് വീണ്ടും കുറഞ്ഞ് 75 ടണ്ണായിട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നാളെ ആവുമ്പോഴേക്കും അത്രയധികം ഗവൺമെന്റ് നമ്മളിൽ കരുതലുള്ളത് കൊണ്ട് 30 ടണ്ണാവും, 45 ടൺ ബാഷ്പീകരിച്ച് പോവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല. ഇപ്പൊ ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് മാറി അല്ലെ. കറണ്ട് അഫെയർ ആയിട്ട് മാറി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് നമുക്ക് കിട്ടി. എന്താ ജനറൽ നോളജ് കിട്ടിയത്? ലോകത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി ഏതാ? MSC ആണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഈ MSC എൽസ 3യുടെ കണ്ടെയ്നേഴ്സ് 600 കണ്ടെയ്നേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് നോട്ട് സ്പീഡ് എന്ന് പറയുന്നത് ഫിസിക്സ് ഭാഷയിലെ നോട്ട് KN0 എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇതിലാണ് അറിയപ്പെടുന്നത്. 1 km/h എന്ന് പറയുന്നത് 0.54 നോട്ടാണ്. നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 21.66 km/h ഡിവൈഡ് ചെയ്യുന്നത് 1.852 വെച്ച് ഡിവൈഡ് ചെയ്ത 11.7 നോട്ട്. അതായത് നമുക്ക് കപ്പല് കടലിലൂടെ പോകുന്ന സ്പീഡ് എന്ന് പറയുന്ന ഒരു മണിക്കൂറിൽ 21.66 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇൻടേക്ക് കപ്പാസിറ്റിനെ TEU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ കുറെ യൂണിറ്റ് പഠിച്ചാലും ഈ യൂണിറ്റിനെ കുറിച്ചൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, TEU എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ച, കെമിസ്ട്രിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കെമിസ്ട്രിയിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ആണ് പഠിച്ചത് അല്ലെ. കാൽസ്യം കാർബൈഡ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇറ്റ് റിലീസസ് ഹീറ്റ്, ഫ്ലെയിമബിൾ ആണ്, എക്സ്പ്ലോസീവ് ആണ്. പ്രൊഡക്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള അസിറ്റിലിൻ C2H2 ഉണ്ടാവും. അതുപോലെ ആൽക്കലിനിറ്റി വെള്ളത്തിൽ കൂട്ടാനായിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ ഓഫ് അസിറ്റിലിൻ എന്താ പറഞ്ഞത്, വെൽഡിങ്, കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബയോളജിക്കൽ ആസ്പെക്ട് ബാൻഡ് ഇൻ ഇന്ത്യ FSSAI എന്താ ചെയ്യുന്നത്, ഈ കാർബൈഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ ട്രേസസ് ഓഫ് എന്തൊക്കെ കണ്ടു, ആർസനിക്കും ഫോസ്ഫറസും കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഇമ്പാക്ട്സ് കുറെ പറഞ്ഞു. അതായത് ഇതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് വശങ്ങൾ നമ്മൾ പറഞ്ഞു. 6 കാര്യങ്ങളാണ് ബയോളജിക്കലായിട്ട് പ്ലാന്റ് ഗ്രോത്തിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ, pH റെഗുലേഷൻ, അതുപോലെ ന്യൂട്രിയന്റ് അപ്ടേക്ക്, 3 സെൽ വാൾ ഫോർമേഷൻ, 4 ഡിസീസ് പ്രിവെൻഷൻ, 5 സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ്, അതായത് വാട്ടർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി. അതുപോലെ 6ാമത്തെ എന്താ, പ്ലാന്റ് മെറ്റാബോളിസം. ഇനി കാൽസ്യം കാർബൈഡിന്റെ നമ്മൾ പറഞ്ഞു pH വാല്യൂ എന്താണ്, 12.4 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞു. അതുപോലെ അസിറ്റിലിൻ എന്ന് പറയുന്നത് നമ്മൾ കാൽസ്യം കാർബൈഡിന്റെ ഡെറിവേറ്റീവ് ആണ്. റോ മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് PVC യൂസ് ടു പ്രൊഡ്യൂസ് കാൽസ്യം സയനൈഡ്, തൈനൽ ക്ലോറൈഡ്, ട്രൈക്ലോറോ എന്താണ് ഈ എത്തിലിൻ, അതുപോലെ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് റോക്ക് പാറയിൽ നിന്നാണ് കിട്ടുന്നത്, അത് മിനറലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ മിനറൽ കാൽസ്യം കാർബൈഡിന്റെ മിനറലിനെ വിളിക്കുന്ന പേരെന്താ, കാർണോട്ടൈറ്റ്. അപ്പൊ നമ്മള് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയധികം ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രിയിലുണ്ട്, അതുപോലെ തന്നെ ബയോളജിയിലുണ്ട്, GK ഉണ്ട് അല്ലെ. അപ്പൊ IMU CET എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം അവര് എഴുതുന്ന ആൾക്കാർക്ക് ഇതൊരു കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ് ആണ് അല്ലെ. നീറ്റ് എഴുതുന്ന ആൾക്കാർക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി 3 കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അപ്പൊ CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ഇതിലേക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള കുറെ കറണ്ട് അഫയേഴ്സ് പതുക്കെ എന്തുണ്ടാവും, നമുക്ക് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അടുത്ത വർഷം 2026 എൻട്രൻസ് എഴുതുന്ന എല്ലാ മക്കളും ഈ ഒരു വീഡിയോ കാണുകയും ഇതിലുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെയും വളരെയധികം നോട്ട് ചെയ്യണം. ഇതിന് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, സാറേ ഈ കാൽസ്യം കാർബൈഡിന്റെ ഈ റിയാക്ഷൻ സാറ് കെമിസ്ട്രിയിൽ പറഞ്ഞു, ഇത് നമ്മൾ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലാണ് വരണേന്ന് ചോദിച്ചു. അതായത് ഹെസ്സസ് ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതിലാണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ കൂടുതലായിട്ട് വരാം. അപ്പൊ ഹെസ്സസ് ലോ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് അവിടെ ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറാണ് 9118-142-143. നമ്പർ ഒരിക്കൽ കൂടി 9188-142-143. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.
താങ്ക് യു ഓൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.